السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد. ബഹുമാന്യരായ സഹോദരന്മാരെ, നമ്മുടെ കൈകളിലുള്ള വിശുദ്ധ ഖുർആൻ മറിക്കുമ്പോൾ നാം ആദ്യം കാണുന്നത് സൂറത്തുൽ ഫാത്തിഹയാണ്. ഇത് മക്കിയായ ഒരു അധ്യായമാണ്. വിശുദ്ധ ഖുർആൻ 114 അധ്യായങ്ങളെ രണ്ട് ഭാഗമായി ഭാഗിച്ചിരിക്കുന്നു. മക്കിയ, മദനിയ. മക്കിയ എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്ക ജീവിതകാലത്ത് അവതരിച്ച സൂറത്തുകളെയാണ് മക്കിയ എന്ന് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലേക്ക് ഹിജ്റ പോയതിനു ശേഷം അവതരിച്ച സൂറത്തുകളെ മദനിയ എന്ന പേരിലും അറിയപ്പെടുന്നു. മക്കി സൂറത്തുകളിൽ തൗഹീദ്, റിസാലത്ത്, ആഖിറത്ത് എന്നിവയാണ് പ്രധാനമായും പ്രതിപാദിച്ചിരിക്കുന്നത്. വളരെ ഹൃദ്യമായ, ഏതൊരു സാധാരണക്കാരനും പെട്ടെന്ന് മനസ്സിലാക്കാവുന്നതും ലളിതവുമായ ശൈലിയാണ് ഇതിനുള്ളത്. മനുഷ്യന്റെ സൃഷ്ടിപ്പിനെക്കുറിച്ചും സ്രഷ്ടാവിനെ കണ്ടെത്താൻ മനുഷ്യ മനസ്സിനെ തൊട്ടുണർത്തുന്ന ചോദ്യങ്ങളും അള്ളാഹുവിന്റെ സൃഷ്ടി വൈഭവത്തിന്റെ മാഹാത്മ്യവും പരലോകത്തെക്കുറിച്ചുള്ള മുന്നറിയിപ്പുകളും വിശ്വാസികൾക്കുള്ള സന്തോഷവാർത്തയും ധിക്കാരികളായ നിഷേധികളായ ആളുകൾക്കുള്ള താക്കീതുകളുമാണ് മക്കി സൂറത്തുകളിൽ അധികവും അടങ്ങിയിട്ടുള്ളത്. എന്നാൽ മദനി സൂറത്തുകളാവട്ടെ ഇസ്ലാമിക നിയമങ്ങൾ, സാമൂഹ്യ വ്യവസ്ഥകൾ, യുദ്ധ നിയമങ്ങൾ, കുടുംബകാര്യങ്ങൾ, സാമ്പത്തിക ഇടപാടുകൾ എന്നിവയാണ്. സൂറത്തുൽ ഫാത്തിഹയാണ് നാം ഇവിടെ ചർച്ച ചെയ്യുന്നത്. തൗഹീദും പരലോക ചിന്തയും അടിമുടി നിറഞ്ഞു നിൽക്കുന്ന ഈ അധ്യായത്തിലൂടെയാണ് ഓരോ വിശ്വാസിയും തന്റെ സൃഷ്ടാവുമായി ദിവസേന പലതവണ സംവദിക്കുന്നത്. സൂറത്തുൽ ഫാത്തിഹയുടെ തുടക്കത്തിൽ ആദ്യമായി നാം കാണുന്നത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന വചനമാണ്. ഇത് സൂറത്തുകളെ പരസ്പരം വേർതിരിക്കുന്നതിന് വേണ്ടി ഉപയോഗിച്ചിട്ടുള്ളതാണ്. എന്നാൽ ഫാത്തിഹയിൽ ബിസ്മിക്ക് വലിയ ചർച്ചാ പ്രാധാന്യമുണ്ട്. ഫാത്തിഹയിലെ 7 ആയത്തുകളിൽ ഒന്നാമത്തേത് ബിസ്മിയാണോ അതോ രണ്ടാമത്തെ വചനമായ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ആണോ എന്നതിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. പ്രബലമായ അഭിപ്രായ പ്രകാരം ബിസ്മി ഫാത്തിഹയിലെ ഒരു സ്വതന്ത്ര വചനമല്ല, മറിച്ച് സൂറത്തുകളെ വേർതിരിക്കാനുള്ള അടയാളമായിട്ടാണ് ഇത് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിന് തെളിവായി ഹദീസുകളിൽ വന്നിട്ടുള്ളത് നമുക്ക് ശ്രദ്ധിക്കാം. അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല അല്ലാഹു തആല ഖസംതു الصلاة بيني وبين عبدي نصفين فإذا قال العبد الحمد لله رب العالمين قال الله تعالى حمدني عبدي. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹു പറഞ്ഞിരിക്കുന്നു, നമസ്കാരത്തെ അഥവാ ഫാത്തിഹയെ ഞാനും എന്റെ അടിമയും തമ്മിലുള്ള 2 പകുതിയായി വിഭജിച്ചിരിക്കുന്നു. അടിമ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറഞ്ഞാൽ അല്ലാഹു പറയും, എന്റെ അടിമ എന്നെ സ്തുതിച്ചിരിക്കുന്നു. ഈ ഹദീസിൽ അല്ലാഹു ഫാത്തിഹ തുടങ്ങുന്നത് അൽഹംദുലില്ലാഹി എന്ന വചനത്തിൽ നിന്നാണെന്ന് വ്യക്തമാക്കുന്നു. ബിസ്മി ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നത് പ്രത്യേകം ശ്രദ്ധേയമാണ്. ബിസ്മി ഫാത്തിഹയിലെ ഒരായത്തായിരുന്നുവെങ്കിൽ തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യം പരാമർശിക്കുക അതായിരുന്നു. ബിസ്മി ഫാത്തിഹയിലെ ഒരു ആയത്തല്ല എന്ന് മനസ്സിലാക്കുന്നതിന് ഒരു തെളിവ് കൂടി നമുക്ക് പരിശോധിക്കാം. അൻ അനസ് റളിയല്ലാഹു അൻഹു അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം അൻ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ഖാല സല്ലൈതു മഅൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഅബീ ബക്കർ വഉമർ വഉസ്മാൻ റളിയല്ലാഹു അൻഹും വലം അസ്മഉ അഹദൻ മിൻഹും യഖറഉ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ജഹറ വകാനൂ യബ്തദിഊന ബിൽഹംദിലില്ലാഹി റബ്ബിൽ ആലമീൻ. അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും അബൂബക്കർ, ഉമർ, ഉസ്മാൻ റളിയല്ലാഹു അൻഹും അവരുടെയും കൂടെ നമസ്കരിച്ചിട്ടുണ്ട്. ഫലം അസ്മഉ അഹദൻ മിൻഹും യഖറഉ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അവരാരും തന്നെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഉറക്കെ പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല. വകാനൂ യബ്തഊന ബിൽഹംദിലില്ലാഹി റബ്ബിൽ ആലമീൻ, അവരെല്ലാം ആരംഭിച്ചിരുന്നത് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് തുടങ്ങിക്കൊണ്ടായിരുന്നു. ഇതേപോലെ മറ്റൊരു ഹദീസിലും കാണുവാൻ സാധിക്കും, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും അബൂബക്കറിന്റെയും ഉമറിന്റെയും ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെയും പിന്നിൽ നമസ്കരിച്ചിട്ടുണ്ട്. കാനൂ യഫ്തതിഹൂന സ്വലാത്ത ബിൽഹംദിലില്ലാഹി റബ്ബിൽ ആലമീൻ, അവരെല്ലാവരും നമസ്കാരം ആരംഭിച്ചിരുന്നത് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നതുകൊണ്ടായിരുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നത് ഫാത്തിഹയിലെ ഒരു ആയത്തായിരുന്നുവെങ്കിൽ തീർച്ചയായും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ബിസ്മി ഉറക്കെ ഓതിക്കൊണ്ട് തന്നെ നമസ്കാരം
ആരംഭിക്കുമായിരുന്നു. ബിസ്മി ഫാത്തിഹയിലെ ഒരു ആയത്ത് അല്ലെങ്കിലും ബിസ്മിക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എല്ലാ നല്ല കാര്യങ്ങളും ആരംഭിച്ചിരുന്നത് ബിസ്മി കൊണ്ടായിരുന്നു. മാത്രമല്ല ബിസ്മി കൊണ്ട് തുടങ്ങുവാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. മാത്രമല്ല പ്രഭാതത്തിലും പ്രദോഷത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇപ്രകാരം പ്രാർത്ഥിച്ചിരുന്നു: ബിസ്മില്ലാഹിൽ ലദീ ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഅ വഹുവസ് സമീഉൽ അലീം. അല്ലാഹുവിന്റെ നാമത്തിൽ, അവന്റെ നാമത്തോടൊപ്പം ഭൂമിയിലോ ആകാശത്തോ ഉള്ള യാതൊരു വസ്തുവും ഉപദ്രവമേൽപ്പിക്കുകയില്ല. അവൻ എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാകുന്നു. ഇത് ബിസ്മിക്കുള്ള സ്ഥാനം എന്താണെന്ന് വളരെ വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഒരു നല്ല കാര്യം ബിസ്മി കൊണ്ട് ആരംഭിക്കുമ്പോൾ അതിൽ അള്ളാഹുവിന്റെ ബറക്കത്ത് ഉണ്ടാകുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഭക്ഷണം കഴിക്കുമ്പോഴും വീട്ടിൽ കയറുമ്പോഴും വാഹനത്തിൽ കയറുമ്പോഴും ബിസ്മി ചൊല്ലുവാൻ പ്രത്യേകം നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്നു. ബിസ്മി ചൊല്ലേണ്ട ഏതൊരു കാര്യമുണ്ടോ അതിലെല്ലാം അനുഗ്രഹമുണ്ട്. എന്നാൽ ബിസ്മിയെ മനസ്സിലാക്കുന്നതിലും അത് ഉപയോഗിക്കുന്നതിലും പലർക്കും അബദ്ധങ്ങൾ പിണഞ്ഞിട്ടുണ്ട്. ചില സ്ഥലങ്ങളിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പൂർണ്ണമായും പറയേണ്ടതുണ്ട്. മറ്റു ചില സ്ഥലങ്ങളിലാവട്ടെ ബിസ്മില്ല എന്ന് മാത്രമാണ് പറയേണ്ടത്. ഇത് മനസ്സിലാക്കാതെ പലരും നല്ലതല്ലേ എന്നുള്ള നിലയിൽ ബിസ്മില്ല എന്ന് പറയേണ്ട സ്ഥാനത്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പൂർണ്ണമായും പറയുന്നത് കാണുവാൻ സാധിക്കും. ഉദാഹരണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വളു ആരംഭിച്ചിരുന്നത് ബിസ്മി ചൊല്ലിക്കൊണ്ടായിരുന്നു. അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ബിസ്മില്ല എന്ന് മാത്രമാണ്. അള്ളാഹുവിന്റെ നാമത്തിൽ, അള്ളാഹുവിന്റെ നാമം കൊണ്ട് ഞാൻ ഇത് ആരംഭിക്കുന്നു എന്നാണ് എന്റെ താല്പര്യം. അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത് ബിസ്മില്ല എന്നാണ്. ബിസ്മില്ല പറയാനാണ് കൽപ്പിച്ചിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ കാണാം, ബിസ്മില്ല, നീ ബിസ്മി ചൊല്ലി കഴിക്കുക, കുൽ ബിയമീനിക കുൽ മിമ്മാ യലീക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഹദീസിൽ കാണുവാൻ സാധിക്കും. നീ ബിസ്മി ചൊല്ലിക്കൊണ്ട് ഭക്ഷിക്കുക എന്ന്. അപ്പോൾ അവിടെയൊക്കെ ബിസ്മില്ല എന്നാണ് പറയേണ്ടത്. അതുപോലെ തന്നെ അറിവ് നടത്തുന്ന സമയത്ത് അറിവ് നടത്തുമ്പോൾ പറയേണ്ടതും ബിസ്മില്ല എന്ന് മാത്രമാണ്. എന്നാൽ മറ്റു ചില സന്ദർഭങ്ങളിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറയണം, പൂർണ്ണമായിട്ടും പറയണം. ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ ഓരോ ഖുർആൻ അധ്യായത്തിന്റെയും ശുദ്ധ ഖുർആനിലെ 114 അധ്യായങ്ങളിൽ 113 ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങിയിരിക്കുന്നത്. സൂറത്ത് തൗബക്ക് അതിന്റെ മുന്നിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നില്ല. ബാക്കി 113 അധ്യായങ്ങൾക്കും ബിസ്മിയുണ്ട്. ഇതൊക്കെ ആരംഭിക്കുന്നത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതുപോലെ തന്നെ സൂറത്ത് നംലിലെ 30-ാം വചനത്തിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ഒരു ആയത്തായി തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുണ്ട്. അവിടെ അത് സൂറത്ത് നംലിലെ ബിസ്മി അതിലെ ഒരു ആയത്താണ്. എന്നാൽ മറ്റു സൂറത്തുകളെ തമ്മിൽ വേർതിരിക്കുന്നതാണെന്ന് ഇതിലൂടെ പ്രത്യേകം മനസ്സിലാക്കുവാനും സാധിക്കും. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബിസ്മി ചൊല്ലുന്നതിന്റെ പ്രാധാന്യത്തെ സംബന്ധിച്ച് നമ്മൾ വീട്ടിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത്, ഭക്ഷണം കഴിക്കാനിരിക്കുന്ന സമയത്ത് അവിടെങ്ങളിലൊക്കെ ബിസ്മി ചൊല്ലേണ്ടതുണ്ട്. അത് അനിവാര്യമാണ്, നിർബന്ധമാണ്. ബിസ്മി ചൊല്ലുക എന്നത് ബലപ്പെട്ടൊരു സുന്നത്തായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ബിസ്മി ഉപേക്ഷിച്ചാൽ പിശാചി ആ വീട്ടിൽ അധികാരം സ്ഥാപിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസിൽ കാണുവാൻ സാധിക്കും. ജാബിർ റളിയല്ലാഹു അൻഹുവിൽ ഉദ്ധരിക്കുന്ന ഹദീസ് ഇപ്രകാരമാണ്: അൻ ജാബിർ ബിൻ അബ്ദുല്ലാ റളിയല്ലാഹു അൻഹുമാ അന്നഹു സമിഅ النبي صلى الله عليه وسلم إذا دخل الرجل بيته فذكر الله عند دخوله وعند طعامه قال الشيطان لا مبيت لكم ولا عشاء وإذا دخل فلم يذكر الله عند دخوله قال الشيطان أدركتم المبيت وإذا لم يذكر الله عند طعامه قال أدركتم المبيت والعشاء. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, ഒരാൾ തന്റെ വീട്ടിൽ പ്രവേശിക്കുന്ന സമയത്തും ഭക്ഷണം കഴിക്കുന്ന സമയത്തും അള്ളാഹുവിന്റെ നാമം ഉച്ചരിച്ചാൽ, അഥവാ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അഥവാ ബിസ്മില്ല എന്ന് ചൊല്ലിയാൽ, പിശാചി അവന്റെ കൂട്ടാളിയോട് പറയും, നിങ്ങൾക്കിവിടെ പാർപ്പിടമില്ല, ഭക്ഷണവുമില്ല. എന്നാൽ ഒരാൾ വീട്ടിൽ പ്രവേശിക്കുമ്പോൾ അള്ളാഹുവിനെ സ്മരിക്കാതിരുന്നാൽ പിശാചി പറയും, നിങ്ങൾക്കിതാ ഇവിടെ പാർപ്പിടം ലഭിച്ചിരിക്കുന്നു. ഭക്ഷണം കഴിക്കുമ്പോൾ അവൻ അള്ളാഹുവിനെ സ്മരിക്കാതിരുന്നാൽ പിശാചി തന്റെ കൂട്ടാളിയോട് പറയും, നിങ്ങൾക്കിതാ ഇവിടെ ഭക്ഷണവും ലഭിച്ചിരിക്കുന്നു. ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ബിസ്മിയുടെ പ്രാധാന്യമാണ്. അപ്പോൾ ബിസ്മി ഒരു ചെറിയ കാര്യമല്ല, അത് വളരെ ഗൗരവത്തോടു കൂടി തന്നെ നാം കാണേണ്ടതുണ്ട്. ഏതൊരു നല്ല കാര്യം ചെയ്യുന്ന സമയത്തും ബിസ്മി ചൊല്ലിക്കൊണ്ട് ആരംഭിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന് ഈ ഹദീസ് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. എന്നാൽ ഇതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഇന്ന് ബിസ്മിയെ വളരെയധികം ആളുകൾ തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ബിസ്മിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പല അന്ധവിശ്വാസങ്ങളും മുസ്ലിങ്ങൾക്കിടയിൽ നിലനിൽക്കുന്നുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറയുന്നതിന് പകരമായി ചില ആളുകൾ 786 എന്ന 3 നമ്പറുകൾ എഴുതുന്നതായി കാണുവാൻ സാധിക്കും. ഇത് ബിസ്മിക്ക് പകരമാണ് എന്നാണ് അവർ മനസ്സിലാക്കുന്നത്. ഇത് യഥാർത്ഥത്തിൽ അറബി അക്ഷരമാലയിലെ ഓരോ അക്ഷരങ്ങൾക്കും പ്രത്യേകം ഓരോ നമ്പറുകൾ നൽകുകയും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറയുമ്പോൾ ആ നമ്പറിന്റെ അടിസ്ഥാനത്തിൽ അതെല്ലാം കൂട്ടുന്ന സമയത്തും
786 കിട്ടുന്നു. അതുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നതിന് പകരം 786 എഴുതിയാൽ മതി എന്ന് ചില ആളുകൾ ധരിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ വാഹനത്തിന് 786 നമ്പർ ലഭിക്കാൻ വേണ്ടി മത്സരിക്കുന്ന ആളുകളുണ്ട്, വീട്ടിൽ 786 എഴുതി വെക്കുന്ന ആളുകളുണ്ട്, കത്തെഴുതുന്ന സമയത്ത് 786 എന്ന് എഴുതുന്ന ആളുകളുണ്ട്. ഇങ്ങനെ പല സന്ദർഭങ്ങളിലും ബിസ്മിക്ക് പകരമായി ഈ 786 ഉപയോഗിക്കുന്നുണ്ട്. ഇതിന് യാതൊരു അടിസ്ഥാനവുമില്ല. ഇത് തികഞ്ഞ അന്ധവിശ്വാസമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോ അവിടുത്തെ സ്വഹാബത്തോ ഇത്തരം ഒരു 786 നമുക്ക് പരിചയപ്പെടുത്തി തന്നിട്ടില്ല. അതൊരു കേവലം സംഖ്യ മാത്രമാണ്. അതിന് ഇസ്ലാമിൽ ഒരു പ്രത്യേകതയുമില്ല. അതുപോലെ തന്നെ 786 എന്ന് എഴുതിയ തകിടുകളോ അല്ലെങ്കിൽ ബിസ്മി തന്നെ എഴുതിയ തകിടുകളോ അത് ഏലസുകളായി അരയിലും ശരീരത്തിലും കൈകളിലുമൊക്കെ കെട്ടി നടക്കുന്ന ആളുകളെ കാണാം. ഇത് മനുഷ്യന്റെ വിശ്വാസത്തെ പൂർണ്ണമായും ചൂഷണം ചെയ്യുന്നതാണ്. ഇത് മനുഷ്യനെ ശിർക്കിലേക്കാണ് കൊണ്ടെത്തിക്കുന്നത് എന്ന കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതൊന്നും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടില്ല എന്നത് വളരെ വ്യക്തമായി തന്നെ തിരിച്ചറിയണം. അതുപോലെ ചില ആളുകൾ ബിസ്മി എഴുതി തിന്നുന്ന ആളുകളുണ്ട്. കടലാസിൽ എഴുതിയിട്ട് അത് വിഴുങ്ങുക. അതുപോലെ തന്നെ ബിസ്മി എഴുതിയ അത് വെള്ളത്തിലിട്ട് കുടിക്കുക. ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആളുകളെയും കാണുവാൻ സാധിക്കും. ഇതൊന്നും ഇസ്ലാമികമല്ല എന്ന കാര്യം പ്രത്യേകം തിരിച്ചറിയുക. എല്ലാ നല്ല കാര്യം ചെയ്യുമ്പോഴും ബിസ്മി ചൊല്ലണം എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇതിന്റെ എല്ലാ നല്ല കാര്യത്തിനും ബിസ്മി ചൊല്ലുന്നതിലൂടെ നാം മനസ്സിലാക്കേണ്ടത് നല്ലതല്ലാത്ത ഒന്നും നമ്മൾ ചെയ്തുകൂടാന്ന്. നല്ലതല്ലാത്തൊരു കാര്യം ചെയ്യുന്ന സമയത്ത് ബിസ്മി ചൊല്ലാൻ പാടില്ല. ബിസ്മി ചൊല്ലിക്കൊണ്ടല്ലാതെ ഒന്നും തുടങ്ങരുത്. അപ്പം ബിസ്മി ചൊല്ലുന്നില്ലെങ്കിൽ അത് നല്ലതല്ലാത്തതാണ് എന്ന് മനസ്സിലാക്കണം. നല്ലത് മാത്രമേ ഒരു വിശ്വാസിക്ക് ചെയ്യാൻ പാടുള്ളൂ എന്ന കാര്യം, അഥവാ മനുഷ്യന്റെ ഓരോ പ്രവൃത്തിയിലും അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ഓർമ്മ നിലനിർത്താൻ ഈ ബിസ്മി ഉപകരിക്കുന്നു എന്നുള്ളതാണ് ശ്രദ്ധേയം. അതുപോലെ ചില ആളുകൾ ബിസ്മി വലിയ ഫ്രെയിമാക്കിയിട്ട് ബിസ്മി എഴുതി അത് ഫ്രെയിമായിട്ട് വീടുകളിലും അതുപോലെ തന്നെ ഷോപ്പുകളിലുമൊക്കെ സൂക്ഷിക്കുന്നത് കാണുവാൻ സാധിക്കും. യഥാർത്ഥത്തിൽ കച്ചവട സ്ഥാപനങ്ങളിലൊക്കെ ബിസ്മിയുടെ ബോർഡ് തൂക്കുകയും എന്നിട്ട് അവിടെ അള്ളാഹു തൃപ്തിപ്പെടാത്ത രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുകയുമാണെങ്കിൽ, അഥവാ കച്ചവടത്തിലും അതുപോലെയുള്ള മറ്റു കാര്യങ്ങളും ഇസ്ലാമിന്റേതായ വിധിവിലക്കുകൾ മാനിക്കാതെ ഉള്ള പ്രവർത്തനമാണെങ്കിൽ ആ ബിസ്മി കൊണ്ട് യഥാർത്ഥത്തിൽ അതിനെ പരിഹസിക്കലാണ്, അള്ളാഹുവിനെ പരിഹസിക്കുകയാണ് യഥാർത്ഥത്തിൽ അതിലൂടെ ചെയ്യുന്നത് എന്ന കാര്യം കൂടി നമ്മൾ ഇതിനോട് കൂട്ടി വായിക്കേണ്ടതുണ്ട്. ചുരുക്കത്തിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇത് ഒരു വിശ്വാസിക്ക് ലഭിക്കുന്ന വലിയൊരു ഊർജ്ജമാണ്. ബിസ്മില്ലാ എന്ന് പറയുന്നതിലൂടെ ഒരു വിശ്വാസി പ്രഖ്യാപിക്കുന്നത് ഞാൻ ഒറ്റയ്ക്കല്ല, എന്റെ കൂടെ ഈ പ്രപഞ്ചത്തിന്റെ എന്റെ സൃഷ്ടാവായ അള്ളാഹു എന്റെ കൂടെയുണ്ട്, എന്റെ പ്രവർത്തനങ്ങൾ അവൻ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ബോധ്യം ഒരു വിശ്വാസിക്കുണ്ടാവാൻ എല്ലാ സമയത്തും ഏതൊരു നല്ല പ്രവൃത്തിയിലും ബിസ്മി ചൊല്ലുന്നതിലൂടെ അവന് ലഭിക്കുന്നതല്ല. ഒരു ആത്മവിശ്വാസം, ഒരു കരുത്ത്, തന്റെ പ്രവർത്തനത്തിൽ നിരാശയില്ലായ്മ, ഭീതിയില്ലായ്മ, പരാജയഭീതിയോ നിരാശയോ അവനെ ബാധിക്കാത്ത ഒരവസ്ഥ, ഇതെല്ലാം ഉണ്ടാക്കിയെടുക്കുവാൻ യഥാർത്ഥത്തിൽ ബിസ്മി കൊണ്ട് സാധിക്കുന്നു. ഫാത്തിഹ സൂറത്തിന്റെ മുമ്പിൽ കാണുന്ന ഈ ബിസ്മിയെ സംബന്ധിച്ചാണ് നമ്മൾ ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇൻഷാ അല്ലാഹ് നാളെ നമുക്ക് ഫാത്തിഹയിലെ ഒന്നാമത്തെ ആയത്തായ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന ആയത്തിനെ സംബന്ധിച്ച് മനസ്സിലാക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആൻ അതിന്റെ അർത്ഥവും ആശയവും പഠിച്ച് മനസ്സിലാക്കി വിശുദ്ധ ഖുർആനിന്റെ ജീവിക്കുന്ന മാതൃകകളായി നിലകൊള്ളാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സുബ്ഹാനക്കല്ലാഹ്.